ഞാനൊരു ട്രാൻസ് വുമൺ ആയിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കാൻ കേട്ടാ. എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഒരു എന്താ പറയാ ഉന്തിക്കയറ്റം ആവരുത്. എനിക്ക് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനൊരു ഷോയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ജെസ്സി. അപ്പോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയ ഷോ ആണ് ഇപ്പോ. കാരണം എല്ലാ ഗസ്റ്റുകളും വരാറുണ്ട്. ഗസ്റ്റുകൾക്ക് ഞാനാണ് ആങ്കർ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. ക്ലിയർ ആണ് ചോദ്യം. നിങ്ങൾ എന്തിനാണ് ആഷിയെ തല്ലിയത്? ഞാൻ ആഷിനെ തല്ലിയതോ? ആഷി വേറെ പെണ്ണിന്റെ കൂടെ പോയതിന്. എപ്പോഴാച്ചാലും ഇതൊക്കെ അങ്ങനെ പറയണ്ട എന്റെ മുകുന്ദേട്ടാ. എന്റെ കോൺസെപ്റ്റ് പറയാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല. അതിന് അവര് ഉപദ്രവിക്കുവോ? ചിലപ്പോൾ ഉപദ്രവിച്ചു തരും. പല ഇന്റർവ്യൂവിലും ഷാരിക ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സത്യം പറഞ്ഞ രണ്ടെണ്ണം പറയാൻ തന്നെയാണ് ഈ ഷോയില് വന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ ചെല്ല്. ഞാൻ ഭയങ്കര കൂളാണ്. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എനിക്ക് ദേഷ്യം വന്ന് ഷാരിക പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തോ പഴം ഇരിക്കുകയാണെന്നത്. ഇത് ഹോട്ട് സീറ്റ് ആണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. അതെ, അത് മനസ്സിലായി. അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. അതിനിത്തിരി പൊളിക്കും, തല്ലാനിത്തിരി പൊളിക്കും. ഇത് കുറെ ആൾക്കാർ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ.